ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഈ വിവാഹം ഞാൻ എങ്ങനെയും മുടക്കുമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതൊന്നും നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ സന്ധ്യ വന്നിട്ട് മുടക്കാനാണെങ്കിലേ സന്ധ്യ ഡോക്ടറിൻ്റെ വീടിൻ്റെ മുമ്പിൽ മുഴുവൻ എൻ്റെ ആൾക്കാരാണ്. സന്ധ്യയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കില്ല. പിന്നെ നിന്റെ കാര്യമല്ലേ, നിന്നെ ഡീല് ചെയ്യാൻ ഞാൻ തന്നെ ധാരാളമെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതിന് വിവാഹം മുടക്കാൻ സന്ധ്യ ഡോക്ടറുടെ ഒരാവശ്യവുമില്ല. എന്തിനും പോകുന്ന ഒരു ഭർത്താവ് എൻ്റെ ഒപ്പമുണ്ട്. പിന്നെ അർച്ചനയെ ഡീൽ ചെയ്യാൻ മാത്രം അവന്തിക വളർന്നിട്ടുമില്ല. ഇത് കേൾക്കുന്ന അവന്തിക അമ്പരപ്പോടെ അർച്ചനയെ നോക്കുമ്പോൾ സേതുമാധവൻ അവന്തികയെ അകത്തേക്ക് വിളിക്കുകയാണ്. തുടർന്ന് അവന്തിക അകത്തേക്ക് ചെല്ലുമ്പോൾ മണ്ഡപത്തിലേക്ക് ഇറങ്ങാമെന്ന് സേതുമാധവൻ പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന പറയുകയാണ്, അതച്ച സച്ചേട്ടൻ വന്നിട്ട് ഇറങ്ങിയാൽ പോരെ. അപ്പോൾ അവൻ മണ്ഡപത്തിലേക്ക് പോയില്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഒരു ഫോൺ വന്നിട്ട് പോയതാണെന്നും അർച്ചന പറയുന്നു. അച്ഛാ, ഞാൻ വിളിച്ചിരുന്നു, ഇപ്പോൾ എത്താമെന്നാ പറഞ്ഞത്. ആ ശരി, സമയമുണ്ടല്ലോ, അവൻ വന്നിട്ട് പോകാമെന്ന് സേതുമാധവനും പറയുന്നു. അതേസമയം സംശയത്തോടെ അർച്ചനയെ നോക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് മൂർത്തിയുടെ ഗോഡൗൺ ആണ്. മൂർത്തി അജയനെ ഒരാവശ്യത്തിനായി പുറത്തേക്ക് വിടുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചി വരികയാണ്. സച്ചിയെ കാണുന്ന അജയൻ അവിടെ നിന്ന് പറയുകയാണ്, ഇന്ന് എന്താണെങ്കിലും ഇവൻ മൂർത്തിയണ്ണൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടും. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ പിന്നാലെ അജയനും മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ മൂർത്തിയുടെ മുമ്പിൽ ചെന്നിട്ട് സച്ചി പറയുകയാണ്, മൂർത്തി ഞെട്ടലോടെ സച്ചിയെ നോക്കുമ്പോൾ സച്ചി പറയുകയാണ്, നിനക്കെന്നെ അറിയാമെന്ന് ഈ ഞെട്ടലിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കള്ള സിം കാർഡിലൂടെ എൻ്റെ അനിയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ അജ്ഞാതനെ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി. അങ്ങനെ വന്നതാണെന്ന് സച്ചി പറയുമ്പോൾ മൂർത്തി പറയുകയാണ്, ആരാ പറഞ്ഞത് ഞാൻ അജ്ഞാതനാണെന്ന്? നിന്റെ ഏട്ടനും അച്ഛനുമൊക്കെ എന്നെ നന്നായി തന്നെ അറിയാം. എന്നാലേ എനിക്ക് ചേട്ടനെ പറ്റി അറിയില്ലായിരുന്നു. ചേട്ടൻ എൻ്റെ ഒപ്പം എൻ്റെ വീട് വരെ ഒന്ന് വരണം. ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് എൻ്റെ അനിയൻ. അപ്പോൾ ചേട്ടൻ വീട്ടിൽ വന്ന് സത്യാവസ്ഥയൊക്കെ പറഞ്ഞിട്ട് പൊക്കോ. അയ്യോ, എന്നെ കൊണ്ടുപോകാൻ വന്നതാണോ? അതല്പം ബുദ്ധിമുട്ടാകുമല്ലോ അനിയ. ഒരു ബുദ്ധിമുട്ടുമില്ല, എന്താണെങ്കിലും ചേട്ടൻ എൻ്റെ ഒപ്പം വരണം. നടന്നാണെങ്കിൽ മര്യാദയ്ക്ക് പോകാം, അല്ലാതെ അലമ്പാണെങ്കിലേ വലിച്ചിഴച്ച് ഞാൻ കൊണ്ടുപോകും. ചേട്ടനെ കൊണ്ട് വേഗം ചെല്ലാമെന്നേ ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തുപോയി. അയാള് എനിക്ക് വേണ്ടപ്പെട്ട ആളുമാ. ഇത് കേൾക്കുന്ന മൂർത്തി പറയുകയാണ്, എന്താണെങ്കിലും കൊണ്ടുപോകേണ്ടതായി വരും. അനിയനൊന്ന് ശ്രമിച്ചു നോക്ക്. അതേസമയം മൂർത്തിയുടെ ആളുകൾ സച്ചിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. അതേസമയം നെല്ലിശ്ശേരിയില് മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി ധൃതി വെക്കുകയാണ് അവന്തിക. സച്ചിയോട് മണ്ഡപത്തിലേക്ക് എത്താൻ പറഞ്ഞാൽ മതി. അതേസമയം അനൂപും അങ്ങോട്ടേക്ക് വരുമ്പോൾ മാഷ് പറയുകയാണ്, മോളെ നീ സച്ചിയോട് മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. എന്നാലും സച്ചിയേട്ടൻ വന്നിട്ട് ഇറങ്ങാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എങ്കിലേ സച്ചി വന്നിട്ട് സച്ചിയോടൊപ്പം അർച്ചനയും വന്നാൽ മതി, ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാ. അങ്ങനെ എല്ലാവരും ഇറങ്ങാനൊരുങ്ങുകയാണ്. അതേസമയം പെട്ടെന്ന് തന്നെ ആതിര തല ചുറ്റി താഴേക്ക് വീഴുന്നു. കമലയും മറ്റുള്ളവരും ചേർന്ന് ആതിരയെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ആതിരയ്ക്ക് ബോധം വരുന്നില്ല. എന്താ പറ്റിയതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അറിയില്ലെന്നും പെട്ടെന്ന് തല ചുറ്റി വീഴുകയായിരുന്നെന്നും കമല പറയുന്നു. തുടർന്ന് സേതുമാധവൻ ദീപിനോട് ഡോക്ടറെ വിളിക്കാൻ പറയുകയാണ്. അതേസമയം ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. പിന്നീട് കാണിക്കുന്നത് മൂർത്തിയുടെ ആളുകളെ അടിച്ചൊതുക്കുന്ന സച്ചിയാണ്. അതേസമയം എല്ലാവരും കൂടി ചേർന്ന് ആതിരയെ ബെഡ്റൂമിലേക്ക് കിടത്തുന്നു. എല്ലാവരും ആതിരയ്ക്ക് ചുറ്റും ടെൻഷനോടെ നിൽക്കുകയാണ്. അതേസമയം അജയൻ അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്നും പെട്ടെന്ന് തല ചുറ്റി വീണതാണെന്നും സേതുമാധവൻ പറയുന്നു. നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അത്രയും പറഞ്ഞുകൊണ്ട് ആതിരയെ നോക്കാനായി ഡോക്ടർ അകത്തേക്ക് പോകുന്നു. അതേസമയം വീണ്ടും അജയൻ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവന്തിക കോള് കട്ട് ചെയ്യുന്നു. അതേസമയം ദേഷ്യത്തോടെ നിൽക്കുന്ന അനഘയുടെ അടുത്തേക്ക് അവന്തിക ചെല്ലുമ്പോൾ അനഘ ചോദിക്കുകയാണ്, ഇനിയിപ്പോ സന്ദീപ് എന്നെ കെട്ടുന്ന കാര്യം എന്തെങ്കിലും ഓർത്തിട്ട് അവൾക്ക് അറ്റാക്ക് എന്തെങ്കിലും വന്നതാണോ? എന്റെ സംശയം അതല്ല. സച്ചി വന്നിട്ട് പോയാൽ മതിയെന്ന് അർച്ചന വാശി പിടിച്ചിട്ടും പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഇവൾക്ക് ബോധക്ഷയം വന്നതെങ്ങനെയാ? ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവൾ അവിടെ കിടന്ന് ചത്താലും ശരി, നിന്റെയും സന്ദീപിന്റെയും വിവാഹം എന്താണെങ്കിലും നടന്നിരിക്കുമെന്ന് അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ആതിരയെ പരിശോധിച്ചിട്ട് പുറത്തേക്ക് വരുന്നതാണ്. എന്താ ഡോക്ടർ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണോ എന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരണം. എന്താ അവൾക്ക് പറ്റിയതെന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇത് അസുഖമൊന്നുമല്ല, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ ഡോക്ടറെ നോക്കുകയാണ്. അതേസമയം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അനഘയും അവന്തികയും ഞെട്ടലോടെ പരസ്പരം നോക്കുകയാണ്. അതേസമയം മുറിയിലിരുന്ന് പൊട്ടിക്കരയുകയാണ് ആതിര. ആതിര കരഞ്ഞുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് വരുമ്പോൾ ആതിരയുടെ കഴുത്തിന് പിടിക്കുകയാണ് അനൂപ്. ഞാൻ ഇന്നിവളെ കൊല്ലുമെന്ന് അനൂപ് പറയുമ്പോൾ
അനൂപിനെ മാറ്റി നിർത്തുകയാണ് അർച്ചനയും കമലയും ചേർന്ന്. നീ എന്ത് ചതിയാ മോളെ ഈ കാണിച്ചതെന്ന് കമല ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണിത്. ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കരുത്. എന്താണെങ്കിലും ആതിര ഗർഭിണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് അയാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്ക്. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് മണ്ഡപത്തിലെത്തണം. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. തുടർന്ന് അവന്തിക പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി തീർത്തോ. എന്താണെങ്കിലും അതിലൊന്നും ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല. സന്ദീപേ, അനഘേ, അച്ഛാ വാ നമുക്കിറങ്ങാമെന്ന് അവന്തിക പറയും. സന്ദീപ് പറയുകയാണ്, ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ ചോദിക്കുകയാണ്, വരുന്നില്ലെന്നോ? എടാ, ആ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും, നീ വരാൻ നോക്ക്. ആരോ അവൾക്ക് ഗർഭമുണ്ടാക്കിയെന്ന് കരുതി നീ എന്തിനാ വരാതിരിക്കുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, ദേ അവന്തികെ, കുറെ നേരമായി ഞങ്ങളെ പരിഹസിക്കാൻ തുടങ്ങിയിട്ട്. അനിയത്തി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതിൻ്റെ ദേഷ്യം എന്നോടല്ല അനൂപെ തീർക്കേണ്ടത്. സന്ദീപേ, നീ വരാൻ നോക്കെന്ന് അവന്തിക പറയുമ്പോൾ മാഷ് പറയുകയാണ്, അനൂപെ നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇത് നമ്മുടെ പ്രശ്നമല്ലേ. തുടർന്ന് സന്ദീപ് മാറി നിന്നിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളോടെല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ട് എല്ലാവരും പോയാൽ മതി. അതിന് നിന്റെ ഏട്ടത്തിയുടെ അനിയത്തിയുടെ പ്രശ്നത്തിന് നീ എന്തിനാ പരിഹാരം കാണുന്നതെന്ന് അവന്തിക ചോദിക്കുന്നു. ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട് എന്ന് സന്ദീപ് പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. അതെ, ഞാൻ തന്നെയാണ് അതിനുത്തരവാദിയെന്ന് സന്ദീപ് പറയുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, സന്ദീപേ, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ ഏട്ടത്തി, ഞാൻ പറയുന്നത് സത്യമാണ്. അത് എൻ്റെ കുഞ്ഞാണെന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര സന്തോഷത്തോടെ സന്ദീപിനെ നോക്കുന്നു. അതേസമയം എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.